ദോശ കഴിച്ച് മടുക്കുമ്പോൾ ഇതുപോലെ ചെയ്തു നോക്കൂ. വളരെ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. കറിയൊന്നും ഇല്ലാതെ കഴിക്കുകയും ചെയ്യാം. ബാക്കി വന്ന ദോശമാവ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം. അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ പൊടിയായി അരിഞ്ഞ ക്യാബേജ് ചേർക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം അതിനകത്തോട്ട്. പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾ ആയിരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്ന വെജിറ്റബിൾ ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. ഇനി പൊടിയായി അരിഞ്ഞ സവാള കുറച്ച് ചേർക്കാം. സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് കുറച്ച് ചേർത്താൽ മതി. അതുപോലെ കുറച്ച് തക്കാളിയും ഞാൻ ചേർക്കുന്നുണ്ട്. തക്കാളിയുടെ ഉൾഭാഗമൊക്കെ കളഞ്ഞിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് കേട്ടോ. അതും കുറച്ച് ചേർത്താൽ മതി. ഇനി ചേർക്കേണ്ടത് പൊടിയായി അരിഞ്ഞ ഇഞ്ചി, പൊടിയായി അരിഞ്ഞ കറിവേപ്പില, പൊടിയായി അരിഞ്ഞ പച്ചമുളക്, അത് എരിവിന് ആവശ്യമുള്ളത് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർക്കാം. ഇനി ഈ വെജിറ്റബിളിന് വേണ്ട അല്പം ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ദോശമാവിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ വെജിറ്റബിളിന് ആവശ്യമായ അല്പം ഉപ്പ് മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ ഉപ്പ് ഒരുപാട് കൂടിപ്പോകും. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ചേർക്കേണ്ട മാവ് എടുത്ത് വെക്കാം. ദോശമാവ് ഞാനിവിടെ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇത് ബാക്കി വന്ന മാവാണ്. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നമുക്കിത് ബാക്കി വയ്ക്കാം, കാരണം നമുക്ക് അവസാനം കുറച്ച് ചേർക്കാൻ ആവശ്യമുണ്ട്. ഇനി ഈ വെജിറ്റബിൾസ് മാവുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ച് ഒന്നുകൂടി പൊങ്ങാൻ വയ്ക്കാം. വെജിറ്റബിളൊക്കെ ചേർക്കുമ്പോൾ ഇതിൻ്റെ പൊങ്ങലൊക്കെ അല്പം താറിപ്പോകും. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ഒരു ദോശ തവ നല്ലതുപോലെ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ തടവി കൊടുക്കാം. ബട്ടറോ ഗീയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ദോശ മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ ദോശയായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. കുട്ടി ദോശയായിട്ടാണ് ഉണ്ടാക്കുന്നത്. മാവ് കുറച്ച് നീണ്ടുപോയത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. മുട്ടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് റെഡിയായി കഴിയുമ്പോൾ ഇത് അടർത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് മൂടി വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. മീഡിയം ഹീറ്റിൽ 2 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം തുറന്ന് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ അതിൻ്റെ മീതയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ വെന്ത് പോകാത്ത വെജിറ്റബിളും ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ പറ്റും. നമ്മൾ മാവിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. ഇത് കുറച്ച് റോ ആയിട്ടിരിക്കുന്ന വെജിറ്റബിൾ അവസാനം നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിച്ച് കഴിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചീസും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു നേരിയ ഉപ്പ് രസവും കൂടി വരും. അങ്ങനെ കഴിച്ചാൽ നല്ലതാണ്. നമുക്ക് കറിയൊന്നും ഇല്ലാതെ കഴിക്കാം. ചീസ് വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ആവശ്യമെങ്കിൽ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി മൂടി വെച്ച് ഒരു 2 മിനിറ്റും കൂടി വേവിക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കത് പാനിൽ നിന്ന് പാത്രത്തിലേക്ക് എടുക്കാം. മുട്ടിയിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് പതിയെ ഒരു സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ ഇത് വിട്ട് കിട്ടും. ഒരു വുഡൻ സ്പൂൺ ഉപയോഗിച്ച് വിടിവിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടോടെ കഴിക്കാൻ വളരെ നല്ലതാണ്. കറിയൊന്നുമില്ലാതെ കഴിക്കാം. തണുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ചട്നി ഉപയോഗിച്ചും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.